ഹലോ ഓൾ. ഇന്ന് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫാമറിന് എത്ര എമൗണ്ട് വരെ ലഭിക്കും എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് സ്മോൾ ഫാമേഴ്സ് റേസിംഗ് മൾട്ടിപ്പിൾ ക്രോപ്സ് ഇൻ എ ഇയർ, കാൽക്കുലേഷൻ ഫോർ 5 years. ലാൻഡ് ഹോൾഡിംഗ് 3 acres എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്രോപ്പിംഗ് പാറ്റേൺ പാഡി 1 acre, വീറ്റ് 1 acre ആൻഡ് ഷുഗർ കെയിൻ 1 acre. ഇങ്ങനെയാണ് അത് 3 acres ആവുന്നത്. ആൻഡ് സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫോർ ക്രോപ്പ് ഇൻ ദ ഇയർ തന്നിട്ടുണ്ട്. അതായത് പാഡി 9,500, വീറ്റ് ₹7,000, ഷുഗർ കെയിൻ ₹25,000. ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ആൾക്ക്, ഈ ഒരു ഫാമറിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി എത്ര ഫണ്ട് അവൈൽ ചെയ്യും എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതറിയാനായിട്ട് ആദ്യം തന്നെ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ അറിയണം. 5 yearsൻ്റെ കാൽക്കുലേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഓരോ ഇയറിലെയും കാൽക്കുലേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ ഓഫ് ഫിനാൻസ് ഇൻറ്റു ഏരിയ കൾട്ടിവേറ്റഡ്. അപ്പോൾ പാഡിക്കാണെങ്കിൽ എത്രയാണ്? 9,500 ഇൻറ്റു 1, അതായത് 1 acres ആണ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് 1. വീക്ക് 7,000 ഇൻറ്റു 1 ആൻഡ് ഷുഗർ കെയിൻ 25,000 ഇൻറ്റു 1. അപ്പോൾ ഓരോന്നിൻ്റെയും ഏരിയ, അതായത് ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടി. ഇനി ടോട്ടൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണ്? അപ്പോൾ ഈ മൂന്നും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 9,500, 7,000, 25,000. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 41,500. ഈ 41,500ൻ്റെ കൂടെ നമ്മൾ 2 കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. ഒന്ന് 10% കൺസംഷൻ റിക്വയർമെൻറ്റും, 2 20% വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും. അപ്പോൾ ആദ്യം 10% കൺസംഷൻ റിക്വയർമെൻറ്റ് ആഡ് ചെയ്യുക. അതായത് 41,000ൻ്റെ 10% കണ്ടു, അത് ആഡ് ചെയ്തിടുക. ആൻഡ് 20% വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അപ്പോൾ 41,500ൻ്റെ 20%ഉം ആഡ് ചെയ്തിടുക. അപ്പോൾ ഈ 10% കൺസംഷൻ റിക്വയർമെൻറ്റും 20% വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ആൻഡ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റുമായിട്ടുള്ളത് എല്ലാം കൂടി കൂട്ടുക. അപ്പോഴാണ് ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്നത്. അതായത് 41,500, 4,150 ആൻഡ് 8,300. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 54,000 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫാമറിന് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 54,000 ആണ്. ഇനി സെക്കൻഡ് ഇയറിൽ അയാൾക്ക് എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എത്ര കിട്ടുക? ക്രോപ്പ് ലോൺ കമ്പോണൻറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയറിൻ്റെ ക്രോപ്പ് ലോൺ കമ്പോണൻറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ. ഓക്കെ, അതായത് ഈ കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ കൂട്ടാനുള്ള കാരണം ഫസ്റ്റ് ഇയറിൽ നമുക്ക് കൺസംഷൻ റിക്വയർമെൻറ്റും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒക്കെ വരും. പോകെ പിന്നെ കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ, അതായത് എക്സ്പാൻഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുന്ന കോസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുള്ളൂ. പിന്നെ എഗെയിൻ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യില്ല. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എന്ത് വേണം? 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ എന്ന് പറയുമ്പോൾ 54,000ൻ്റെ 10%. അപ്പം നമുക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. തേർഡ് ഇയർ ആകുമ്പോൾ എങ്ങനെ ചെയ്യും? ക്രോപ്പ് ലോൺ കമ്പോണൻറ്റ് ഫോർ ദ സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുള്ള ക്രോപ്പ് ലോൺ കമ്പോണൻറ്റ്, അതായത് 59,400 പ്ലസ് 10% എക്സ്കലേഷൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 65,340 എന്ന് കിട്ടും. ഫോർത്ത് ഇയറിലാകുമ്പോൾ എന്ത് വരും? ഈ തേർഡ് ഇയറിൻ്റെ 65,340യും ആഡ് 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷനും, അതായത് 65,34. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 71,900 എന്ന് കിട്ടും. ഇനി ഫിഫ്ത്ത് ഇയറിൽ എത്ര കിട്ടും? ഫോർത്ത് ഇയറിലത്തെ ക്രോപ്പ് ലോൺ കമ്പോണൻറ്റും ആൻഡ് ആഡ് 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷനും. അപ്പോൾ ഈ 71,900 10% എന്ന് പറയുമ്പോൾ 71,990. അപ്പോൾ 79,990 rupees എന്നുള്ളത് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിന് 5 കൊല്ലത്തേക്കുള്ള പരമാവധി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് 79,990 rupees ആണ് ഈ കസ്റ്റമറിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ഫാമർ ബോറോവറിൻ്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഫണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് അറിയാനായിട്ട് സ്കെയിൽ ഓഫ് ഫിനാൻസ് ഇൻറ്റു ഏരിയ കൾട്ടിവേറ്റഡ് ചെയ്യാം. അപ്പോൾ ഓരോ ക്രോപ്പും അതിൻ്റേതായിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പാഡിയാണ്, എല്ലാം 1 ഏക്കറാണ്. അപ്പോൾ അവരുടെ സ്കെയിൽ ഓഫ് ഫിനാൻസ് വെച്ചിട്ട് ആ 1 ഏക്കർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായി? ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റായി. അത് മൂന്നും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റായി. പിന്നെ ഫസ്റ്റ് ഇയറിൽ മാത്രം എന്ത് ചെയ്യണം? 10% കൺസംഷൻ റിക്വയർമെൻറ്റും 20% വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും നമ്മൾ ആഡ് ചെയ്യണം. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഇയറിലത്തെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുക. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്താ ചെയ്യണുള്ളൂ? എപ്പോഴും 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ മാത്രമാണ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എമൗണ്ട് പ്ലസ് സെക്കൻഡ് ഇയറിൻ്റെ 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ ടോട്ടൽ ചെയ്യുന്നു. തേർഡ് ഇയർ കാണുമ്പോൾ എന്താ ചെയ്യുക? സെക്കൻഡ് ഇയർ നിങ്ങൾക്കറിയാലോ, ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെ എമൗണ്ട് പ്ലസ് 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ. ഫോർത്ത് ഇയർ ആകുമ്പോൾ എന്ത് ചെയ്യും? തേർഡ് ഇയറിൻ്റെ എമൗണ്ടും പ്ലസ് 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ. ഫിഫ്ത്ത് ഇയർ ആകുമ്പോഴോ ഫോർത്ത് ഇയറിൻ്റെ എമൗണ്ടും പ്ലസ് 10% കോസ്റ്റ് ഓഫ് എക്സ്കലേഷൻ. അങ്ങനെ ഫിഫ്ത്ത് ഇയറിൽ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് ആയിരിക്കും ആ ഫാമറിന് ഇതിലൂടെ കിട്ടുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് അനുസരിച്ച് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. പിന്നെ ഈ താഴെ പറയുന്നതെല്ലാം ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ ഒരു പ്രാക്ടിക്കൽ പോലെ തരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലാൻഡ് ഹോൾഡിംഗ് ഉണ്ട്, സ്കെയിൽ ഓഫ് ഫിനാൻസ് ഉണ്ട്, 5 ഇയറിലത്തെ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തുകൊണ്ട് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നാളും റിട്ടേൺ, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, റിസ്ക് ബെയറിംഗ് എബിലിറ്റി, അതുപോലെ റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മൂന്നിൻ്റെ ഒരു പ്രാക്ടിക്കൽ ചെയ്തു, എക്സസൈസ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്രോപ്പ് ലോണിൻ്റെ എക്സസൈസ് ആയിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഒരു കിസാൻ, ഇപ്പം നമ്മൾ ചെയ്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ എക്സസൈസ് ആണ്. പിന്നെ ലെവൽ ഓഫ് ഇൻഡെംനിറ്റി, ത്രഷോൾഡ് ഈൽഡൊക്കെ നമ്മുടെ ക്രോപ്പ് ലോണിൽ അവിടെ അതവിടെ ആ ഒരു പെർവ്യൂവിൽ വരുന്നതാണ്. അതൊക്കെ അവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇനി ഒരെണ്ണം കൂടി നമുക്ക് ബാക്കിയുള്ളത് NPA എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ സെഷനും തിയറി സെഷനും കഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ തനിയെ, സെക്കൻഡ് പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.